കോടതിക്കുള്ളിൽ ഇരിക്കുന്ന ഒരു ദേവേന്ദ്രന്മാരും ഹരിശ്ചന്ദ്രന്മാരല്ല എന്ന് തെളിയിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. പലപ്പോഴും നീതിന്യായ പീഠങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം സത്യസന്ധരാണ്, സ്വാധീനത്തിന് വഴങ്ങാത്തവരാണ്, രാഷ്ട്രീയമില്ലാത്തവരാണെന്നൊക്കെ നമ്മൾ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും പല വിധിന്യായങ്ങൾ പുറത്തു വരുമ്പോഴോ ചില പ്രതികരണങ്ങൾ കാണുമ്പോഴോ നമ്മുടെ ആ ചിന്താഗതി പലപ്പോഴും തെറ്റുന്നുണ്ട് എന്ന സംശയം ബലപ്പെടുകയും ചില പ്രത്യേക താല്പര്യത്തോടുകൂടി ചുവപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രം ചിലർ അഭിപ്രായം പറയുന്ന അവസ്ഥ വരുമ്പോഴും അവരൊക്കെ സ്വാധീനിക്കപ്പെടുന്നവരാണ്, അവർക്കൊക്കെ രാഷ്ട്രീയമുണ്ടെന്ന് കണ്ണടച്ചങ്ങ് വിശ്വസിക്കാൻ നമുക്ക് കഴിയാറില്ല. എന്തായാലും അത്തരം ജഡ്ജിമാരെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നൊരു വാർത്ത ഞെട്ടിക്കുന്നതാണ്. ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് വലിയ തോതിൽ പണം പിടിച്ച വാർത്തയിലേക്കാണ്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നാണ് പണം കണ്ടെടുത്തത്. തീപിടുത്തം ഉണ്ടായപ്പോൾ എത്തിയ ഫയർഫോഴ്സുകാരാണ് പണം കണ്ടത്. പിന്നാലെ ജഡ്ജിയെ സ്ഥലം മാറ്റാൻ സുപ്രീംകോടതി കൊളീജിയം ശുപാർശ വന്നിട്ടുണ്ട്. വിശദാംശങ്ങൾ ജിതിൻ ചന്ദ്രൻ നൽകും. ജിതിൻ, ഗുഡ് മോർണിംഗ്. ഇത് ഈ പണം എത്രത്തോളം പണമാണ്, അത് വിശദീകരിക്കാൻ ഇപ്പോൾ ജഡ്ജിന് പറ്റുന്നില്ല. അതെ ദാസ്, വലിയ തുകയാണ് കണ്ടെത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. എത്രയാണ് തുക എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. ഈ ജഡ്ജിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു തീപിടുത്തം ഉണ്ടായത്. ആ സമയത്ത് ജഡ്ജിയും കുടുംബവും അവിടെ ഇല്ലായിരുന്നു. ഈ തീപിടുത്തം അറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമൊപ്പം പോലീസുമാണ് പണം കണ്ടെത്തിയത്, വീട്ടിൽ പണം കണ്ടെത്തിയത്. തുടർന്ന് ആ വിവരം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. അത് സ്വാഭാവികമായും ഹൈക്കോടതിയിലും പിന്നീട് അത് സുപ്രീം കോടതിയിലേക്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിന് പിന്നാലെയാണ് അടിയന്തരമായി സുപ്രീം കോടതി കൊളീജിയം ചേരുകയും ഈ ജഡ്ജിക്കെതിരെയുള്ള ഒരു പ്രാഥമിക നടപടി എന്ന തരത്തിൽ അദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. കേട്ടില്ലേ? അതും രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ കോടതിയിലെ ജഡ്ജ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നാണ് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള പണം പിടിച്ചെടുത്തതും. ആ പണം വെറുതെ അങ്ങ് പിടിച്ചെടുത്തതല്ല, അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നവരുടെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗവുമായി പുറത്തു വന്നതല്ല. ഒരു തീപിടുത്തം വേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും ചില കള്ളത്തരങ്ങൾ പൊളിക്കാൻ നമ്മുടെ പ്രകൃതി തന്നെ ചില സാഹചര്യം ഒരുക്കും എന്ന് പറഞ്ഞതുപോലെ ആ തീപിടുത്തമുണ്ടായത് ജഡ്ജിയുടെ വീട്ടിൽ കുന്നുകൂടിയിരിക്കുന്ന പണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാനാണ്. സ്വാഭാവികമായിട്ടും ശരിയായ രീതിയിൽ സമ്പാദിച്ച പണമല്ല. അപ്പോൾ ഇത്തരം കസേരകളിൽ ഇരിക്കുന്നവരിൽ ചിലർ പെരുമാറാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് തെളിവല്ലേ ഈ വാർത്ത. ഫയർഫോഴ്സുകാർ കണ്ടെത്തിയ പണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ആ സംഭവം വിരൽ ചൂണ്ടുന്നതും കേരളത്തിലെ നീതിന്യായ പീഠങ്ങളിൽ ഇരിക്കുന്ന ചിലരെങ്കിലും പർച്ചേസബിളാണ്. അവർ ചിലരുടെ താല്പര്യത്തിന് വഴങ്ങി പണം വാങ്ങിക്കൊണ്ട് വിധികൾ പുറപ്പെടുവിക്കാറുണ്ട്. അതിനൊരു ഉദാഹരണമല്ലേ യശ്വന്ത് വർമ്മ. സ്വാഭാവികമായിട്ടും യശ്വന്ത് വർമ്മമാരെ കാണുമ്പോഴാണ് നമ്മുടെ നീതിപീഠങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരും ഹരിശ്ചന്ദ്രന്മാരല്ല, ഈ മേഖലയിലുള്ള ചില ദേവേന്ദ്രന്മാരെല്ലാം പർച്ചേസബിളാണ്, രാഷ്ട്രീയമുണ്ട്, അവർക്ക് പ്രത്യേക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കുന്നവരാണ് എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. യശ്വന്ത് വർമ്മയുടെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ട ആ തുക, അതിനെക്കുറിച്ച് കേന്ദ്രം ഭരിക്കുന്ന അഴിമതി വിരുദ്ധരായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാൻ പോകുന്നില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഷൻ പോലും ഇല്ല. കോടാനുകോടി രൂപ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ജഡ്ജിക്ക് നമ്മുടെ നാട്ടിൽ മറ്റേതെങ്കിലും ഒരു സർക്കാർ സർവീസിൽ ഇരിക്കുന്ന വ്യക്തിക്ക് പുറത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുമെങ്കിൽ ഇത് ഒരു പൂമാലയായിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് വിവാദം കെട്ടടക്കാൻ വേണ്ടി ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഈ മേഖലയിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ, മൂല്യച്യുതി എത്ര തീവ്രമാണ്, എത്ര ആഴത്തിലുള്ളതാണെന്നാണ് ഈ ഒരു വാർത്ത തെളിയിക്കുന്നത്.